മിനി സ്ക്രീനിലെ ക്ഷണിക്കുകയാണ്. വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇടയ്ക്കോട് ഗാന്ധി സ്മാരക വായനശാലയുടെ ബഹുമാന്യനായിട്ടുള്ള സെക്രട്ടറി ടി വിമൽകുമാർ അവരെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ബഹുമാന്യായ അധ്യക്ഷ, ആരാധ്യയായ ഉദ്ഘാടക, നമ്മുടെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, സ്നേഹമുള്ള രക്ഷകർത്താക്കളെ, കുട്ടികളെ, മാധ്യമപ്രവർത്തകരെ, കഴിഞ്ഞ 2 കൊല്ലമായി ഈ മേഖലയിൽ ഇവിടെ തന്നെ നമ്മൾ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കലാമണ്ഡലത്തിൽ നിന്നും ഫൈനാൻസ് കോളേജിൽ നിന്നും വന്ന പ്രഗത്ഭരായ അധ്യാപകരാണ് ഇവിടെ ക്ലാസുകൾ നയിച്ചുകൊണ്ടിരുന്നത്. നാടൻ പാട്ടും ശില്പകലയും ഭരതനാട്യവും അതുപോലെ തന്നെ സ്കൾപ്ചർ ശില്പനിർമ്മാണവും ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു. ആ പഠിപ്പിച്ചവരുടെ കാലാവധി തീർന്നപ്പോൾ പുതുതായി കേരള ഗവൺമെന്റ് ഇവിടെ 3 പേരെ വീണ്ടും നിയമിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിന്റെ സാമ്പത്തിക സഹായവും നിയന്ത്രണവും. കൊല്ലം ജില്ലയിൽ തന്നെ എല്ലാ ബ്ലോക്കിലും ഇതില്ല. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികളുടെ പരിശ്രമ ഫലമായിട്ടാണ് ചടയമംഗലം ബ്ലോക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടത്. ഇക്കൊല്ലം ഇവിടെ 3 കലാകാരന്മാരാണ് എത്തിയിട്ടുള്ളത്. അത് ഒന്ന് കോൽകളിയാണ്, ഒന്ന് വായ്പാട്ടാണ്, ഒന്ന് ശില്പകല. അതിൻ്റെയൊക്കെ വിശദ വിവരങ്ങൾ അതിൻ്റെ അധ്യാപകർ നിങ്ങളോട് സമ്മതിക്കുകയും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഭാഗത്തിൽ നിങ്ങളെ അവർ ഉൾപ്പെടുത്തി ആ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിന്റെ കൺവീനർ ഇവിടെ എത്തിച്ചേർന്നു. എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനും ഗ്രാമപഞ്ചായത്ത് ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, ചടയമംഗലം പഞ്ചായത്തിലെ 100 കൊല്ലത്തോളം പഴക്കമുള്ള ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, ഏകദേശം 12,000-ൽ പരം പുസ്തകങ്ങളുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള ഏക ലൈബ്രറികളിൽ ഒന്നാണിത്. ഇവിടെ വനിതകളാണ് ഒരുപാട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥന പറയുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും ഒരു വനിത നിങ്ങളുടെ എല്ലാം വീടുകളിൽ പുസ്തകവുമായി എത്തും. നിങ്ങളൊരു മാസത്തിൽ 10 രൂപ അവർക്ക് കൊടുക്കണം. അവർക്കല്ല, ലൈബ്രറി. നിങ്ങളുടെ എല്ലാം വീടുകളിൽ മൊബൈലും ടിവിയും കണ്ട് കുട്ടികൾ വഴിതെറ്റി പോകുന്ന, മുതിർന്നവരും വഴിതെറ്റി പോകുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ സാംസ്കാരിക ബോധം ഒന്ന് വളർത്തിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട ഈ ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് നിങ്ങളുടെ വീടുകളിൽ പുസ്തകം എത്തിക്കുക എന്നുള്ളത്. വായനശാല നിങ്ങൾ മറന്നിരിക്കുന്നത് കൊണ്ട് വായനശാല നിങ്ങളുടെ വീട്ടിലെത്തുക. നിങ്ങൾ ഒരു മാസം ആഴ്ച തോറും അവർ വന്ന് നിങ്ങൾക്ക് പുസ്തകങ്ങൾ മാറി തരും. നിങ്ങൾ ഒരു മാസം 10 രൂപ ഈ ലൈബ്രറിക്ക് അടയ്ക്കണം. നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം. നിങ്ങളുടെ വിജ്ഞാനം ഇന്ന് വിരൽത്തുമ്പിൽ നിന്നും വായനയിലേക്കൊന്ന് മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷ ഈ ലൈബ്രറിയുടെ തന്നെ ഒരു കമ്മിറ്റി അംഗം കൂടിയാണ്. ഇപ്പോഴും നമുക്ക് ഈ കെട്ടിടത്തിന്റെ പഴയകാല വയറിങ് എല്ലാം നശിച്ചപ്പോ കഴിഞ്ഞ കൊല്ലം ഏതോ പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് അതിനുള്ള സൗകര്യമൊരുക്കുകയും റീവയറിംഗ് ചെയ്തത് ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം. ഇനിയും ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന ഹാളിൽ ടൈലിട്ട് ഇട്ടില്ല. അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും
ഈ ലൈബ്രറിയുടെ എല്ലാ കമ്മിറ്റികളിലും വന്ന് എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ആള് എന്ന നിലയിലും ഈ ഗ്രാമപഞ്ചായത്തിന്റെ സാരഥി എന്ന നിലയിലും ഞാൻ അവർക്ക് നിങ്ങളുടെയും എന്റെയും വായനശാലയുടെയും പേരിൽ കൃത്യമായ സ്വാഗതം പറഞ്ഞു. അടുത്തത് നമ്മുടെ അധ്യക്ഷ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടക ബ്ലോക്ക് പ്രസിഡന്റാണ്. നിങ്ങൾക്കൊക്കെ സുപരിചിതയാണ്. പലപ്പോഴും നിങ്ങളെല്ലാം ബ്ലോക്കിൽ ചെല്ലുകയും ബ്ലോക്കുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പഴയ ഭരണാധികാരി എത്രയോ കാലമായി ഭരണസാരഥ്യം വഹിച്ച് ജനത്തിന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ള പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പുഞ്ചിരിയോടുകൂടി നിങ്ങളെ സമീപിക്കും. നിങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കുവാനും തൽപരൻ. അങ്ങനെയുള്ള ആരാധ്യയായ പ്രസിഡന്റ് ഈ ബ്ലോക്ക് തല കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇവിടെ വയ്ക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയും അതുവഴി നിങ്ങളെയും ഗ്രന്ഥശാലയെയും പരിചയപ്പെടുവാൻ അവസരം ലഭിക്കുകയും ചെയ്ത ആരാധ്യയായ നമ്മുടെ ഉദ്ഘാടക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവരുടെ സഹർഷം ഞാൻ സ്വാഗതം ചെയ്യും. അത് അടുത്തതായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ വൈസ് പ്രസിഡന്റാണ്. നമ്മുടെ ലൈബ്രറിക്ക് പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന, ബ്ലോക്കിൽ നിന്ന് എന്ത് കിട്ടുമ്പോഴും ആദ്യം ഗാന്ധി സ്മാരക വായനശാല എന്ന് എഴുതി കൊടുക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ഇനിയും ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളിലെ പട്ടികയിൽ ഒന്നാമതായി ഈ ഗ്രന്ഥശാലയെ ഉൾപ്പെടുത്തുകയും ചെയ്യും എന്ന് എനിക്കും ഉറപ്പ്, അദ്ദേഹത്തിനും ഉറപ്പുള്ള ശ്രീ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായരെ ആദരപൂർവ്വം മുഖ്യാതിഥി എന്ന നിലയിൽ ഞാൻ ക്ഷണിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. നമ്മുടെ ഈ വാർഡിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന വാർഡിലെ മെമ്പറാണ്. ഇത് വെള്ളൂപ്പാറ വാർഡാണ്. അതിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന വാർഡിലെ അംഗമാണ്. പഞ്ചായത്തിൽ ചെന്നാലും ഗ്രന്ഥശാലയുടെ കാര്യങ്ങൾ നല്ലതുപോലെ ഇടപെടുകയും നമ്മൾക്ക് വേണ്ടുന്ന സഹായം ചെയ്യുകയും ചെയ്യുന്ന ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു അവർകളെ ഞാൻ സഹർഷം സ്വാഗതം. പിന്നെ ഈ നോട്ടീസിൽ പേര് വെച്ചവർ ഇനിയും എത്താനുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ ബാബുരാജൻ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വയലെയാണ്. ഈ ബ്ലോക്കിന്റെ തൊട്ടപ്പുറത്തെ ഡിവിഷനിലെ അംഗമായ NS സലീന അവர்களுണ്ട്. അതുപോലെ ഡോക്ടർ മുഹമ്മദ് കബീർ. അതിലെല്ലാം ഉപരി ഇതിന്റെ കൺവീനർ, ഈ കലാകേന്ദ്രത്തിന്റെ കൺവീനറായി തീരുമാനിച്ചിരിക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് താഹ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ പേരും മറ്റുമൊക്കെ എഴുതാനും ക്ലാസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താനുമായി എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച് ഇന്ന് വരെയും നിന്ന ഇതിന്റെ പ്രസിഡന്റ് ഉണ്ട് ശ്രീ അജയ്. അല്പ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടു അയാൾ ഈ പ്രദേശത്തെ ഒരു പ്രബലനായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അല്പം തിരക്കിൽ ഒരിടത്ത് നിൽക്കുകയാണ്. എത്തും. അദ്ദേഹത്തിനും ഉൾപ്പെടെ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഒപ്പം പങ്കെടുത്തവർക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം. കേരള സർക്കാരിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി, ഈ പദ്ധതി ഒരു പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പൊ കഴിഞ്ഞ 2 വർഷമായി നമുക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ 2 പ്രാവശ്യവും ഇപ്പൊ 3ാമത് തുടങ്ങുന്ന പ്രാവശ്യവും നമ്മളെ ഇടയ്ക്കോട് ഗാന്ധി സ്മാരക വായനശാലയാണ് അതിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനെ അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും അത് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് കൊണ്ടുവരികയും ചെയ്തതിന്. അപ്പൊ കഴിഞ്ഞ 2 പ്രാവശ്യവും നടന്നപ്പോ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒട്ടനവധി കുട്ടികൾ
ഇവിടെ നേരത്തെ നമ്മളെ വിമലണ്ണ സൂചിപ്പിച്ചതുപോലെ നാടൻപാട്ടായാലും ക്ലാസിക്കൽ നൃത്തമായാലും നമ്മൾ ഒരുപാട് കാശ് കൊടുത്താണ് നമ്മളെ കുട്ടികളെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള കലകൾ അഭ്യസിക്കുന്നത്. എന്നാൽ തികച്ചും സൗജന്യമായി ഏറ്റവും നല്ല അധ്യാപകരെ കലാമണ്ഡലത്തിൽ നിന്നും അതുപോലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ഒക്കെ പഠിച്ചിറങ്ങിയ അധ്യാപകരാണ് ഈ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. ഇപ്പൊ നമ്മുടെ കേരള സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികളുണ്ട്. നമുക്കിപ്പോ എടുത്തു പറയാവുന്നത്, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന പലരും പോകുന്നതാണ് യോഗ, അല്ലേ? നമ്മുടെ എടയ്ക്കോട് വാർഡിലെ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്നതാണ് യോഗ. അതും ഇതുപോലെ ഒരു പൈസ പോലും ആർക്കും കൊടുക്കണ്ട. പക്ഷെ ഈ പൈസ കൊടുക്കാത്ത പദ്ധതികൾ വരുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് വളരെ വിഷമമാണ് കുട്ടികളെ വിടാൻ. എന്നാൽ കാശ് കൊടുത്ത് വിടുന്നിടത്ത് വിടാൻ ഭയങ്കര ഉത്സാഹമാണ്. അപ്പൊ അതങ്ങനെയല്ല. ഇവിടെ പൈസ കൊടുത്തില്ലെങ്കിലും ഇതിലെല്ലാം ഏറ്റവും അറിവുള്ള, ഏറ്റവും മികവ് തെളിയിക്കുന്ന അധ്യാപകരാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പദ്ധതികൾ വളരെ സ്നേഹത്തോടും വളരെ ബഹുമാനത്തോടും പ്രസിഡന്റ് ഇരിക്കുന്ന വേദിയിൽ ഇതുപോലുള്ള ഒട്ടനവധി പദ്ധതികളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി, എനിക്ക് തോന്നുന്നത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മുടെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ഹരിയണ്ണ ഉണ്ട്. നമ്മുടെ വാർഡില് പ്രത്യേകിച്ച് നമ്മുടെ എടയ്ക്കോട് വാർഡിനെ പ്രത്യേക രീതിയിൽ കണ്ടുകൊണ്ടാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ വാർഡിൽ എത്തിക്കുന്നത്. ഇന്നലെ നമ്മുടെ ഗ്രാമസഭയായിരുന്നു. ആ ഗ്രാമസഭയിലെല്ലാം തന്നെ അത് വിശദമായി പറഞ്ഞതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പദ്ധതികൾ തുടർന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അധ്യക്ഷ പ്രസംഗമൊന്നുമില്ല, കാര്യം ഒന്നാണ് പനിയാണ്, കൂടുതൽ സംസാരിക്കാൻ വയ്യ, അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഈ പരിപാടി തുടർന്നുള്ള നാളുകളിൽ വമ്പിച്ച വിജയകരമാകട്ടെ. ഇന്നിപ്പോ ഇവിടെ വിദ്യാർത്ഥികൾ കുറച്ച് കുട്ടികളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ ADS അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിലോ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ നമ്മുടെ 15 വാർഡിലുമുള്ള കുട്ടികളെ ഇത്തരത്തിൽ ഇവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരായ ഒട്ടനവധി കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള കലകൾ അഭ്യസിക്കുന്നതിന് വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരുടെ വരുമാനത്തിന്റെ രീതി അനുസരിച്ച് അവർക്ക് ഇതിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു മാറ്റം കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ കണ്ടെത്തിക്കൊണ്ട് ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും, ഇവിടെ അധ്യാപകരുണ്ട്, തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നാണ് ക്ലാസ് ഉള്ളതെന്നൊക്കെ അവർ പറയും. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് അവർ സംസാരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ഫോണും വാട്സപ്പും ഒക്കെ ഉള്ളതാണ്. ഇതിനൊരു നല്ല അറിയിപ്പ് കൊടുത്തുകൊണ്ട് മറ്റുള്ള കുട്ടികളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനിയായ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, സ്വാഗതം ആശംസിച്ച ഈ ഗ്രന്ഥശാലയുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള വിമൽ സാർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഹരി വി നായർ, അതുപോലെ നമ്മുടെ ഈ ഗ്രന്ഥശാലയുടെ പ്രിയപ്പെട്ട ലൈബ്രറിയൻ, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള NS സലീല, ഈ വാർഡിന്റെ മെമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറിയിലുള്ള അയ്യപ്പ സാറടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ വായനശാലയുടെ ഭരണസമിതി അംഗങ്ങൾ, വനിതാവേദി അംഗങ്ങൾ, ബാലവേദി കൂട്ടുകാർ, പത്രപ്രതിനിധികൾ, അതുപോലെ തന്നെ നമുക്ക് ക്ലാസുകൾ എടുക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പ് നിയമിച്ചിട്ടുള്ള നമ്മുടെ മുഹമ്മദ് ത്വാഹ അടക്കമുള്ള അധ്യാപകരടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടി നമ്മുടെ ബ്ലോക്കിൽ
കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 5 അധ്യാപകരായിരുന്നു, ഇപ്പോൾ 3 അധ്യാപകരെ തന്നിട്ടുള്ളൂ. 2 അധ്യാപകരെ പുതിയ കോഴ്സുകൾ കൂടി തുടങ്ങണമെന്ന തീരുമാനം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ശ്രീമതി ദിവ്യ അയ്യറെയൊക്കെ സമീപിക്കുന്ന തീരുമാനങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ പോകുന്നതാണ്. ഇപ്പൊ സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന ഇത്തരം പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള കുട്ടികൾ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, സ്ത്രീകളെ, യുവാക്കളെയൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള അവരെ സൗജന്യമായി ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി വളരെ അഭിമാനത്തോടുകൂടി വിവിധ മേഖലകളിൽ, അതായത് പാട്ടിലൂടെ നാടൻ പാട്ട്, കഥാപ്രസംഗം, ഡാൻസ്, തബല, അങ്ങനെ തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ കലാരൂപങ്ങൾ, ശില്പകല, വിവിധ രൂപങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിരവധി കുട്ടികളെ നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇനി അവരെ എല്ലാം കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു സംഗമം ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇത്തരത്തിൽ പഠിച്ച് മിടുക്കരായിട്ടുള്ള കഴിവുള്ള, അതായത് കലാമണ്ഡലത്തിലെ അധ്യാപകരായിരുന്നു അവർ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരെല്ലാം ഇപ്പൊ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ സമൂഹം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹം ഇപ്പൊ വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യുവാക്കളും യുവതികളും സ്ത്രീകളും അടക്കം നമുക്ക് ഒന്നിന് സമയമില്ല. പുതിയ തലമുറയെന്ന് പറഞ്ഞാൽ അവര് വേറൊരു സഞ്ചാരപഥം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആകെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ലഹരി എന്ന് പറയുന്ന അതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരികയും അതിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിലൊക്കെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ലഹരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിന് ലക്ഷ്യം കൊടുത്തിരിക്കുന്നത് കളിയിലൂടെ, സ്പോർട്സിലൂടെ, അതുപോലെ കലാപരിപാടികളിലെ സാംസ്കാരിക പ്രവർത്തനം ഒരു ലഹരിയായി എടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ലഹരി എന്ന് പറയുന്ന അതിന് വിധേയമായതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ നിങ്ങൾ കണ്ട് കൊല്ലം കടപ്പാക്കടയിലും ബിരുദാനന്തര ബിരുദമുള്ള SBIയിൽ നല്ല ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം അച്ഛൻ അവനെ കൊല്ലേണ്ടി വന്നു. എന്നിട്ട് അച്ഛൻ അഡ്വക്കേറ്റ് ആത്മഹത്യ ചെയ്തു. അമ്മ ജീവനും കൊണ്ട് ഓടി മകളുടെ വീട്ടിൽ പോയതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. ലഹരിയുടെ ഉപയോഗം കാരണം നന്നായി പഠിച്ച് വളരെ മാതൃകയായി പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഉയർന്ന മാർക്ക് വാങ്ങി ആദ്യം തന്നെ അയാൾക്ക് SBIയിൽ ജോലി കിട്ടി മാന്യമായ ശമ്പളം ലഭിച്ച് ലഹരിക്ക് അടിമയതിന്റെ ഭാഗമായി ജോലി രാജിവെച്ച് വന്ന് വീട്ടിൽ അച്ഛനെയും അമ്മയും ഉപദ്രവപ്പാണ്. അവര് വേദനകൾ അടികൊണ്ട്, ഇടികൊണ്ട്, കുത്തുകൊണ്ട് വേദന സഹിച്ച് മടുത്ത് ആ പിതാവ്, ജന്മം നൽകിയ പിതാവ് തന്നെ അവനെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു. അതൊരു ഉദാഹരണം. ഇന്നലത്തെ എത്രയോ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഞാനൊക്കെ എന്ന് പറഞ്ഞ വർഷങ്ങളായി ആത്മഹത്യ, കൊലപാതകങ്ങളും എല്ലാം ഇഷ്ടം പോലെ കാണുന്നതാണ്. ഒരു ദിവസം എത്രയെങ്കിലും കാണുന്നതാണ്. പക്ഷെ എന്നെ മനസ്സിൽ തട്ടിയത് കൊളത്തൂപ്പുഴ നടന്ന ഒരു കൊലപാതകം. കൊലപാതകം എന്ന് പറഞ്ഞാൽ 4 മക്കളുണ്ട്. SC ആണ് സ്ത്രീ, 38 വയസ്സുണ്ട്, അതിസുന്ദരിയാണ്. അയാള് അവര് സ്നേഹിച്ച് വിവാഹം കഴിച്ച് 4 മക്കളുണ്ട്. ഈ കൊലപാതകം നടക്കുന്നതിന്റെ അന്ന് രാവിലെ കൊളത്തൂപ്പുഴ ചന്തയിൽ പോയി കപ്പയും മീനും നല്ല മണമുള്ള പച്ചമുളകൊക്കെ വാങ്ങി അതെല്ലാം കപ്പയൊക്കെ അരിഞ്ഞ് മത്സ്യമൊക്കെ കണ്ടിച്ച് വെച്ച് 1ഉം 2ഉം പറഞ്ഞ അപ്പോഴേ സംശയം. 4 മക്കളാവുന്ന ഒരു പ്രശ്നമില്ല. അയാൾ അന്നേ ലഹരിക്ക് അടിമയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ മദ്യമല്ല, മറ്റ് പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അയാൾക്ക് ഒരു 42 45 വയസ്സേ പ്രായമുള്ളൂ. 1ഉം 2ഉം പറഞ്ഞ അവസാനം ഈ തുണി വെട്ടുന്ന കത്രിക ഉപയോഗിച്ച് ശ്വാസനാളത്തിൽ കുത്തി അതിദയനീയമായി അതിനെ കൊന്നു. അവനെ അവിടെ അടക്കൽ ആശുപത്രി കൊണ്ടുവരുമ്പോൾ ഒരു മനുഷ്യൻ ആ ബോഡിയിലൂടെ വരാനില്ല എന്നുള്ളതാണ്. അത്ര ദയനീയമായിട്ടാണ് കുളത്തൂപ്പുഴ പോലീസുകാർ കൊണ്ടുവന്നത്. അവളെ കാണണം. ഞാൻ ഒരുപാട് ബോഡികൾ, പക്ഷെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എത്ര നല്ല ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള 38 വയസ്സ് 4 മക്കളുടെ അമ്മയായിട്ടുള്ള അവളെ
അവൾ അടുക്കള ജോലിക്ക് നിൽക്കുന്ന വീടുകളെല്ലാം ലണ്ടനിലും അമേരിക്കയിലുള്ള വീടുകളാണ്. അവരിട്ട് പഴകിയ നല്ല വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ഇതിന് കൊടുക്കും. ആ വീട്ടുകാരൊരു കൊച്ചു കമ്മലും മാലയൊക്കെ കൊടുത്തു. ഇതെന്നും ഇയാൾക്ക് മദ്യപിക്കാൻ ചോദിക്കുമ്പോൾ കൊടുക്കാത്തതിന്റെ ഭാഗമായി പിന്നെ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കും. പിന്നെ അറിയാമല്ലോ, സ്ത്രീകളെ സംബന്ധിച്ച് ഏതൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ വിഷയം അവളുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായി ഒന്നും രണ്ടും പറഞ്ഞ് കുത്തിക്കൊന്നു. കാരണം 4 മക്കൾക്ക് ജന്മം കൊടുത്ത് അവനോടൊപ്പം അന്ന് രാത്രി അവനോടൊപ്പം കിടന്ന സ്ത്രീയാണ്. എത്രയോ വർഷമായി അവനോട് വിശ്വസിച്ചിറങ്ങി വന്ന എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിനും വ്യക്തിബന്ധങ്ങൾക്ക് സാമൂഹിക ബന്ധത്തിനും ഒന്നും ഒരു വിലയില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. അതിലുപരിയാണ് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ഹൈസ്കൂളിൽ 4 ദിവസത്തിന് മുമ്പ് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുക 16 വയസ്സുള്ള ഒരു പെണ്ണും ചെറുക്കരുടെ കല്യാണം കഴിക്കാം. 16+1 CA എന്ത് ചെയ്യാൻ പറ്റും? 17 ആയുള്ള അവര് പറഞ്ഞു ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പൊ കല്യാണം കഴിക്കണം. മാതാപിതാ അമ്മയെന്ന് വല്ലതും അറിയുന്നോ? അമ്മ രാവിലെ ചോറും പൊതിഞ്ഞ് മുട്ടയും പൊരിച്ച് മോളെ വണ്ടിയിൽ ടാറ്റയും പറഞ്ഞു വിടുക. മോള് വന്നിരിക്കുക കല്യാണം കഴിക്കാൻ. ചെറുക്കന്റെ അച്ഛനും വന്നിരിക്കുക. സർക്കിളും പോലീസുകാർ എന്ത് ചെയ്യുന്നു പറ. 2 പേരുടെ കൈ കൊടുത്ത് നിൽക്കുക. 2 പേരുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു വിട്ടു. ആ പയ്യനെന്ന് പറഞ്ഞാൽ ലഹരിയ. 17 വയസ്സേ ആയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഓരോ മക്കളും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, മക്കളുമാർ നമ്മുടെ പ്രതീക്ഷകളാണ്, നമ്മുടെ സ്വപ്നമാണ്, സങ്കല്പമാണ്. ഓരോ കുഞ്ഞുങ്ങളും ഓരോ അച്ഛനും അമ്മയും നമ്മുടെ കുഞ്ഞുങ്ങളെ വിഴുങ്ങുവാൻ സമൂഹത്തിൽ കുറെ ആളുകൾ കാത്തിരിപ്പുണ്ട്. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. നമ്മളെ മക്കളെ നേരായ വഴിക്ക് നയിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അതിനാണ് ലൈബ്രറികൾ. നമ്മളിപ്പോ മക്കളെയൊക്കെ വീട്ടിൽ സ്കൂളിൽ വിടുമ്പോൾ പല അമ്മമാരെ സംബന്ധിച്ച് പിന്നെ ഫ്രീയാ, ഇടത്തരക്കാര് ഫ്രീയാ. അപ്പോഴാണ് നമ്മൾ ഈ മൊബൈലിൽ കയറുന്നത്. ഈ മൊബൈലിൽ കയറുമ്പോഴാണ് ഹായ് ഹീ ഒക്കെ വരക്കാൻ തുടങ്ങും. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ അനുഭവങ്ങൾ വെച്ച് പറയുക, നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് മൊബൈലും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കും. ആവശ്യമുള്ളവർ ആവശ്യമില്ലാത്തതിലൊന്നും നമ്മൾ അതിന്റെ വാലയെ പിടിച്ചു പോകരുത്. ചിലപ്പോൾ നമുക്കൊരു ഹായ് വരും, പിന്നെ നമ്മളൊരു ഹലോ പറയും, പിന്നെ ഹീ ആയി ഹായ് ആയി, പിന്നെ അവസാനം എന്ത് ചെയ്യും? നമ്മളെ 2 മക്കളിലെ പാവപ്പെട്ടവനും അനാഥമാവും. അതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കും. ഇതെന്നും കാണുമല്ലേ നമ്മൾ? സ്വന്തം ജന്മം കൊടുത്ത മക്കളെ പോലും കളഞ്ഞിട്ട് സ്വന്തം മക്കളെ പ്രായമുള്ള പിള്ളേരന്മാരെ പിറകിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? ടൈം പാസ്. ആ ടൈം പാസിന് വേണ്ടി വായനയെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈബ്രറിയന്മാര് നിങ്ങൾ ലൈബ്രറി വരണ്ട, പുസ്തകം നിങ്ങളെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക. എന്നിട്ടൊരു മത്സരം, ഞങ്ങളുടെ എട്ടിമ പഞ്ചായത്തിലെ വായനാ മത്സരം വീട്ടമ്മമാര് എന്ത് രസമെന്നറിഞ്ഞോ? അവര് വായിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതി വെച്ചിട്ട് മത്സരം നടത്തും. ആ മത്സരത്തിൽ നന്നായിട്ട് കഥ എഴുതുന്നവരുണ്ട്, കവിത എഴുതുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ വായന നിർത്തത്തില്ല. നമ്മൾ ചായ കുടിക്കുന്ന കണക്കാം, നമ്മൾ സീരിയൽ കാണുന്ന കണക്കാം. സീരിയൽ കണ്ടാൽ പിന്നെ കണ്ടോണ്ടിരിക്കും എന്നതുപോലെ നമ്മൾ വായനയിലേക്ക് വായിച്ച് സമയം കണ്ടെത്തണം. ആദ്യമൊക്കെ ഒരു രസം തോന്നൂല, പക്ഷെ വായിക്കണം. അതുപോലെ മക്കളുമാര്, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വായിക്കണം. വായിക്കില്ലേ? വായിക്കുവോ? നന്നായി വായിക്കണം. നിങ്ങളോട് പറയുവാനുള്ളത് നന്നായി പഠിക്കണം. പഠിക്കുവോ? നന്നായി പഠിക്കണം, വായിക്കണം. അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒന്നും അച്ഛനും അമ്മയുടെയും കൂടെ ഒളിച്ചു വെക്കരുത്. അച്ഛനെ അമ്മയെ ഒരുപാട് സ്നേഹിക്കണം. വേണ്ടേ? അച്ഛനെ അമ്മയെ സ്നേഹിക്കണം. അച്ഛനും അമ്മയ്ക്ക് വയ്യെങ്കിൽ അവരെ സഹായിക്കണം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് അനാഥാലയങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയാ. എന്തുകൊണ്ടാണ് അനാഥാലയങ്ങൾ വരുന്നത്? മാതാപിതാക്കളെ അച്ഛനും അമ്മയെ മക്കൾക്ക് വേണ്ട. എന്തുകൊണ്ടാ? പല്ല് കൊഴിയും, മുടി നരയ്ക്കും, നടക്കാൻ വയ്യാതാവും, മുട്ടുവേദന വരും. പിന്നെ അവരെ കൂടെ നടക്കുന്നതിനുള്ള ഫാഷൻ ഇല്ലാത്തതുകൊണ്ട് അമ്മയെ അച്ഛനെ പരമാവധി ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കാൻ കൊള്ളാമോ? അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളെ പുതിയ തലമുറ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെട്ട് നമ്മളെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മുടെ കൂടെ നമ്മളെ അമ്മമ്മ, മുത്തശ്ശിമാര് വേണ്ടേ നമുക്ക്? അവരെയൊക്കെ ഒരുപാട് സ്നേഹിക്കണം. അതൊക്കെ ഇപ്പൊ പുതിയ തലമുറയിൽ ഇല്ല. നമ്മളെ അച്ഛനെ അമ്മയെ സ്നേഹിക്കണം. എന്നും പത്രം വായിക്കണം. വായിക്കുവോ? വായിക്കില്ല. എന്നും പത്രം വായിക്കണം. എന്താണെന്നറിയാം? നമ്മൾ പത്രം വായിക്കുമ്പോൾ
ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായ നമുക്ക് ശാസ്ത്രപരമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ളത്, ലോക കാര്യങ്ങൾ, ലോക രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മഹാരഥന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം? വായിക്കണ്ടേ? പണ്ടത്തെ വിദ്യാഭ്യാസ രീതി കേരളത്തിൽ ഇന്നത്തെ കാണുന്ന വിദ്യാഭ്യാസ രീതിയല്ല. പണ്ടത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസം. അതിനെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അന്ന് ഇതുപോലെ പള്ളിക്കൂട യൂണിഫോമും ഒന്നുമില്ല, ഉച്ചയ്ക്ക് ചോറും കഞ്ഞിയും ഒന്നുമില്ല, ഗുരുകുല വിദ്യാഭ്യാസം. അതിനുശേഷം വന്നുള്ള വിദ്യാഭ്യാസ രീതികൾ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസം, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പുസ്തകം എടുത്ത് വായിച്ച് പഠിക്കണം കേട്ടോ. നമ്മുടെ കേരളത്തെ കുറിച്ച് പഠിക്കണം. നമ്മൾ ഇന്ന് കാണുന്ന കേരളം എങ്ങനെയാണ് ഈ കേരളമായത്, ഈ കേരളം ഇങ്ങനെ ആകുന്നതിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റത്തിന് വേണ്ടി നടന്നുള്ള പോരാട്ടങ്ങൾ, ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലയോ? നമ്മളെ കേരളം ഉണ്ടായത് എങ്ങനെയാണ്, ആ ഉണ്ടാകുന്നതിന് വേണ്ടി നടന്നുള്ള പോരാട്ടങ്ങൾ, പഴയകാല ചരിത്രങ്ങൾ വായിക്കണം. നമ്മുടെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അറിയണം. നമ്മുടെ ഈഴവജാതി പിന്നോക്ക സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്ന നാടായിരുന്നില്ല ഇത്. വഴി നടക്കുവാൻ നമുക്ക് പൊതുവഴിയിലൂടെ എല്ലാ വിഭാഗം ആളുകൾക്ക് നടക്കാൻ കഴിയില്ല. ആഭരണമണിയുവാൻ എല്ലാ വിഭാഗം ആളുകൾക്കും, സ്ത്രീകൾക്ക്, അതൊക്കെ നായർ, നമ്പൂതിരി, ബ്രാഹ്മണ സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു ഉടുപ്പിടാനും അതുപോലെ മാറുമറയ്ക്കുവാൻ, ആഭരണം അണിയുവാൻ. അതുപോലെ അമ്പലങ്ങളിൽ നമ്മളിപ്പോ ഏത് കാവ് കണ്ടാലും അവിടെ പോയി തൊഴും. പണ്ട് അങ്ങനെ തൊഴുകാനൊന്നും ഒക്കത്തില്ല. അതെല്ലാം ജാതിയിൽ ഉയർന്ന ആളുകൾ മാത്രമാണ് അമ്പലങ്ങളിലും കാവുകളിലും പോയി ദൈവത്തിന്റെ പ്രസാദം മേടിക്കുകയും ദൈവത്തിന്റെ പ്രസാദം കഴിച്ചുകൊണ്ടിരുന്നത്. അവര് വരുമ്പോൾ താഴ്ന്ന സമുദായത്തിലുള്ള വഴി നടക്കുന്നെങ്കിൽ ഒഴിഞ്ഞ് എവിടെയാണ് കിണറിൽ ചാടി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ട വ്യവസ്ഥ നടന്നിരുന്ന നാടായിരുന്നു. പുരുഷന്മാരെ സംബന്ധിച്ച് ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ മീശ വെക്കാൻ ഒക്കൂ. അതായിരുന്നു നമ്മളെ നാട്. മുട്ടിന് താഴെ മുണ്ടെടുക്കുവാൻ ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്ക് മാത്രം അവകാശമുള്ള നാട്. വഴി നടക്കുവാൻ അങ്ങനെയായിരുന്നു. ആ നാടിനെ ഈ നാടാക്കിയതിൽ സാംസ്കാരിക ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഈ നിലയിലെത്തിയിട്ടുള്ളത്. ആ ചരിത്രങ്ങളടങ്ങിയ പുസ്തകം ഇവിടെയുണ്ട്. അപ്പൊ ചരിത്രത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മളെല്ലാവരും, നമ്മൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. നമ്മളിലൊരു വിവേചനമില്ല. ആ ഒരുമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടം പുതിയ തലമുറ പഠിക്കണം. ആ പോരാട്ടമാണ് നമ്മുടെ പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കണം. ആ പഠിച്ചുകൊണ്ട് പുതിയ സാമൂഹിക മാറ്റത്തിന് എന്ന് പറയുമ്പോൾ നമ്മളെ മക്കളെയും സമൂഹത്തെയും വ്യക്തികളെയും കുടുംബങ്ങളെയും അമ്മയെയും അച്ഛനെയും, അമ്മയ്ക്ക് മകനെ അറിയാൻ കഴിയത്തില്ല, അച്ഛന് മകളെ തിരിച്ചറിയാൻ, അതാണ് ഇന്നത്തെ ലഹരി. ആ ഉപയോഗം നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കണം. ഇന്നലെ ബ്ലോക്കില് ഞങ്ങൾ ഒരു പരിപാടി എടുത്ത് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. എക്സൈസ് ഇൻസ്പെക്ടർ ഒരു ക്ലാസ് എടുത്ത്, ഞാനത് ആദ്യമായിട്ടാണ് കേട്ടത്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ മോൻ ഒരുപാട് സ്റ്റാമ്പ് കളക്ട് ചെയ്യും. അപ്പോൾ അമ്മയും പറയും, എന്റെ കുഞ്ഞിന്റെ ഹോബിയാണ് സ്റ്റാമ്പ്. ഏത് സ്റ്റാമ്പാ? ലഹരി. നാക്കി തേച്ചാൽ അമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിയാൻ വയ്യാത്ത, അമ്മയെ കൊല്ലണമെന്ന് തോന്നുന്ന, അമ്മയെ റേപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള നമ്മളെ തലച്ചോറിനെ ബാധിക്കുന്ന അതീവ ശക്തിയുള്ള ലഹരിയുടെ പേരാണ് സ്റ്റാമ്പ്. മോന്റെ കയ്യിൽ എന്നും ഉണ്ട്. അമ്മ വിചാരിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ ഹോബിയാണ് സ്റ്റാമ്പ്. ആ സ്റ്റാമ്പ് വരുന്നതിനെ കുറിച്ച്, അതിന്റെ വിലയെ കുറിച്ച് നമ്മുടെ മക്കളെ, നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ വിടുമ്പോൾ നമ്മുടെ മക്കളെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം. ആണിന്റെയും പെണ്ണിന്റെയും അവരുടെ കയ്യിൽ വരുന്ന സാമ്പത്തികം നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ബാഗ് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ മൊബൈൽ നമ്മൾ ശ്രദ്ധിക്കണം. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലൊക്കെ കിട്ടുന്ന 800 രൂപയുടെ സാധനം ഇവിടെ കൊണ്ടുവന്ന 10,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഒരു മണിക്കൂറാകുമ്പോൾ 10,000 രൂപ നമ്മുടെ മക്കളെ കയ്യിൽ അക്കൗണ്ടിൽ വരികയാണ്. പിടിച്ചാൽ പ്രശ്നം, പിടിച്ചില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ഇങ്ങനെ മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വരവുണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണ് ഈ ലഹരി പദാർത്ഥം.
അത് നമ്മുടെ ഈ പരിസരത്തെല്ലാം ഉണ്ട്. നമ്മുടെ മക്കൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അതിൽ വീഴും. നമ്മുടെ ഭർത്താക്കന്മാർ വീഴും, നമ്മുടെ സഹോദരങ്ങൾ വീഴും. പുരുഷന്മാര് മാത്രമല്ല വീഴുന്നത്, ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. അത് പ്രായമുള്ളവരുണ്ട്, എല്ലാ വിഭാഗത്തിലെ ആളുകളുമുണ്ട്. ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറി. അതിനെതിരായി നമ്മൾക്ക് ഒരു പഞ്ചായത്തെങ്കിലും ഇതിനെതിരായി നിൽക്കണം. ഒരു വാർഡെങ്കിലും, ഒരു വാർഡിലെ ആണും പെണ്ണും എല്ലാവരും ജാതിയും രാഷ്ട്രീയം നോക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ പോണം. പുതിയ കുഞ്ഞുങ്ങളെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഒരു പ്രദേശത്ത് ഒരു ഗ്രന്ഥശാല. ആ ഗ്രന്ഥശാല വൈകിട്ട് വരണം. നമ്മളിരുന്ന് കൊതിയും നുണയും പറയുന്ന സമയം 5 സ്ത്രീകൾക്ക് വന്ന് വായനശാല ഇരിക്കാമല്ലോ, വായനശാലയിൽ നിന്ന് പത്രം വായിക്കാമല്ലോ. അങ്ങനെയൊക്കെ വായനശാലകൾ ഇട്ടിവ പഞ്ചായത്തിലാണ് ഇന്ന് കൊല്ലം ജില്ലയിലല്ല കേരളത്തിൽ 1ാം സ്ഥാനം. കണ്ണൂരും അതുപോലെ നിൽക്കുകയാണ് ഇട്ടിവ. 34 ഗ്രന്ഥശാലകളാണ് അവിടെ. ഞാനത് പുകഴ്ത്തിയൊന്നും പറയുന്ന ഒരാളല്ല. അവിടെ സർക്കാർ ജോലി ഇല്ലാത്ത ഒരു വീടുമില്ല. ഏറ്റവും കൂടുതൽ പോലീസുകാരുള്ളതാണ്. PSC കോച്ചിങ് നടക്കുന്നതാണ് അവിടെ. ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ലൈബ്രറി ആയിട്ടുള്ള ചിത്രലേഖ സ്വാതന്ത്ര്യ സംഗീത കോളേജിലെ അധ്യാപികയായിട്ട് ഇപ്പൊ കയറി. എന്ത് അഭിമാനമാണ്! ആ കുട്ടി പാടുന്ന കുട്ടിയാണ്, സാധുവാ. എത്രയെങ്കിലും പോലീസുകാരുള്ള പ്രദേശമാണ് തുടയന്നൂര്. ഇപ്പൊ ഇട്ടിവ പഞ്ചായത്തില് ഗ്രന്ഥശാലകൾ കേരളത്തിലെ എല്ലാ മഹാരഥന്മാരുടെ പേരിലും അറിയപ്പെടുന്ന ഗ്രന്ഥശാല. ഒരു വാർഡിൽ 3-4 ഗ്രന്ഥശാലകൾ. ആ ഗ്രന്ഥശാല നാട്ടിലെ ചെറുപ്പക്കാർ, വയോജന ക്ലബുകളൊക്കെ ഉണ്ട്, അവര് സൂക്ഷിക്കുന്ന ആ രീതിയിലാണ്. അപ്പൊ നമ്മുടെ സ്വത്താണ് ഈ ഗ്രന്ഥശാല. ഇവിടെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇപ്പൊ ആദ്യത്തെ കുറച്ച് കുട്ടികളെ ഉണ്ടെങ്കിൽ സ്ത്രീകൾ പ്രായപരിധിയില്ല. ആ തരത്തിൽ കലാരംഗത്തിലൂടെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഈ മൂല്യച്യുതിക്കെതിരായി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാൻ നമുക്കൊരു തുടക്കമാവണം. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് 8 ഗ്രാമപഞ്ചായത്തിലാണ്. ഞങ്ങൾ 6 കേന്ദ്രമാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ 1-ലധികം കേന്ദ്രങ്ങൾ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഞാൻ എന്റെ ഡിവിഷനിൽ പോലും, അല്ലേ ഹരി, എന്റെ ഡിവിഷനിൽ പോലും ഞങ്ങൾ അങ്ങനെ പരസ്പരം ആലോചിച്ചുകൊണ്ട്, ഞാനെന്നോ നീയെന്നോ ഒന്നും നോക്കാതെ നമ്മൾ പരസ്പരം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് നാളിതുവരെയുള്ള എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്ന സാംസ്കാരിക നിലയങ്ങൾക്കാണ്. SC മേഖലയിൽ തന്നെ വലിയ 4 സാംസ്കാരിക നിലയങ്ങളുടെ പണി പൂർത്തീകരിച്ച് ഇവിടെ തന്നെ മഹാത്മാ ക്ലബിന്റെ അറ്റകുറ്റപ്പണി തീർത്തു കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തിലും ഓരോ പുതിയ ഗ്രന്ഥശാലകൾ പണിഞ്ഞു കഴിഞ്ഞു. നിലവിൽ തന്നെ നമ്മുടെ നടന്നുപോയ സഹാവ് ചിത്രസേനന്റെ സ്മാരകത്തിൽ 25 ലക്ഷം രൂപ നിർമ്മിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് ഈ മാസം ലാസ്റ്റിൽ, അതായത് ജൂലൈ ആദ്യം അതിന്റെ ഉദ്ഘാടനമാണ്. മറ്റ് പഞ്ചായത്തിലുള്ള ഒരുപാട് ഗ്രന്ഥശാലകളുടെ ഭരണപരമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം പരിഷ്കാരങ്ങൾ. 66 ഗ്രന്ഥശാലകൾക്കാണ് അലമാര കൊടുക്കാൻ തീരുമാനിച്ച. ആദ്യ ബാച്ചത്തിൽ 40 കൊടുത്തുള്ളൂ. ഇനി കുറച്ച് ഗ്രന്ഥശാലകൾ കൂടി അലമാരികൾ നൽകാൻ ആലോചിച്ചിട്ടുണ്ട്. അത്യാവശ്യ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്കെല്ലാം ഒക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ തുകയൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല. എന്നാലും നമുക്ക് മഹാത്മാ ഗ്രന്ഥശാലയെ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. കാരണം ഗ്രന്ഥശാലകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഗ്രന്ഥശാലയുടെ കാട്ടാമ്പള്ളി സന്മാർഗദായിനി ഗ്രന്ഥശാലയിൽ വെച്ചാണ് ആദ്യമായിട്ട് മൈക്ക് ഉപയോഗിച്ചത്. കാട്ടാമ്പള്ളി സന്മാർഗദായിനി ഗ്രന്ഥശാല, സന്മാർഗദായിനി സ്മാരക ഗ്രന്ഥശാല, വിവേകദായിനി ഗ്രന്ഥശാല, സബ്ദർ കശ്മീർ അങ്ങനെ തുടങ്ങി എല്ലാ ഗ്രന്ഥശാലകളെയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നുണ്ട്. ഏറ്റവും നല്ല ഗ്രന്ഥശാലകളിൽ സംസ്ഥാന അവാർഡ് വരെ വാങ്ങിക്കാൻ നടത്തിയ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾ ഇപ്പോഴും സാംസ്കാരിക നിലയത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം ജൂലൈ ആഗസ്റ്റോടുകൂടി ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങളെ ഏൽപ്പിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിന് ചടയമംഗലം പഞ്ചായത്തിന്റെയൊക്കെ വളരെ ആത്മാർത്ഥമായ സഹായ സഹകരണം ലഭിച്ചിട്ടുണ്ട്. ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികളാണ് ആ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പദ്ധതികളുടെ തറക്കല്ലിടിയിലും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായി ജില്ലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തായിട്ട് തന്നെയാണ് ശ്രീമതി മിനീസുന്റെ നേതൃത്വ ഭരണസമിതി പോകുന്നത്. ആ ഭരണസമിതിക്ക് എല്ലാവിധ സഹായവും സഹകരണം ഞങ്ങൾ നൽകാറുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച്
എല്ലാ ഗ്രാമപഞ്ചായത്തിന്റെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനകീയ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടി, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ പരിപാടി ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയിൽ വെച്ച് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അംഗീകാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതിനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. ചേച്ചി വളരെ സന്തോഷമുണ്ട്. കാര്യം ചേച്ചി തരാന്ന് പറഞ്ഞാൽ തന്നെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ഞങ്ങളുടെ വായനശാല കയ്യിലിടാനുള്ള പൈസ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ചേച്ചി ഹരിയാനയിലൂടെ തരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിന് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരി നായർ അവர்களാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രീമിയർ പ്രസിഡന്റ് ശ്രീമതി മിനിസിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, ഗ്രന്ഥശാലയുടെ സെക്രട്ടറി വിമൽകുമാർ അടക്കം ഈ വേദിയിലും സദസ്സിലുമായുള്ള പ്രിയമുള്ളത്. ഞാൻ ദീർഘമായി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഒരു 4-5 വർഷം മുമ്പ് ചടയമംഗലത്ത് വെച്ച് ഈ റവന്യൂ സ്കൂൾ കലോത്സവം നടന്നത്. നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിന്റെ മകൾ ഓട്ടം തുള്ളൽ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തിച്ചു. തലേന്ന് രാത്രി വന്ന് വീട്ടിലാണ് താമസിച്ചത്. പിറ്റേന്ന് ഞങ്ങളെല്ലാം കൂടിയാണ് നമ്മുടെ ശ്രീരത്മ പാലസിലായിരുന്നു പരിപാടി നടന്നത്. അന്ന് ഓട്ടം തുള്ളൽ മത്സരം രാവിലെ തുടങ്ങിയാണ്, രാത്രി വരെ മത്സരം ഉണ്ടായിരുന്നു. ഒരു യോഗ മത്സരമുള്ളതുകൊണ്ട് അവിടെ ഇരിക്കേണ്ടത്. അവിടെ ഇരിക്കുമ്പോൾ കുറെ കുട്ടികൾ ഇങ്ങനെ വന്നു. കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികൾ അതിനു വേണ്ടി അവർക്ക് കലാപരമായ വാസനയെല്ലാം ഉള്ളവരാണ്. പക്ഷെ ഫീസ് ഇനത്തിലും അതുവരെയുള്ള ചിലവിനത്തിലും 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ മുടക്കിയവർ അവിടെ ഉണ്ട്. നിങ്ങള് ഈ കലോത്സവ വേദികളിലൊക്കെ നമ്മുടെ പണ്ടുകൂടത്തിലെ യൂത്ത് ഫെസ്റ്റിവലല്ല, അതിനപ്പുറത്തേക്ക് സബ് ജില്ലാ ജില്ലാ കലോത്സവത്തിലേക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകളെ പ്രത്യേകമായി പരിശോധിച്ച് നോക്കിയാൽ അവർ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നത് ഏതെങ്കിലും നല്ല ശിക്ഷണമെല്ലാം കിട്ടി ഈ കലാരംഗത്ത് അവരെ വാസന പരിപോഷിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാവപ്പെട്ട കുട്ടികൾക്ക് ആ രംഗത്തേക്ക് എത്തിച്ചേരാൻ കുറേയധികം പരിമിതികളും എപ്പോഴും ഉണ്ടാവും. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരം കേന്ദ്രങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ മിനി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഫീസ് കൊടുക്കാതെ പഠിപ്പിക്കുന്നതിനോട് പലർക്കും വലിയ താല്പര്യം ഉണ്ടാകും. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, അതിനുള്ള പണം ബ്ലോക്ക് പഞ്ചായത്തും സാംസ്കാരിക വകുപ്പും ഈ അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള പണം സാംസ്കാരിക വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും കൂടി ചേർന്ന് ഈ അധ്യാപകർക്ക് കൊടുത്താണ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി അവർ നിയോഗിച്ചിട്ടുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കർത്തവ്യം. ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന അമ്മമാർക്കും ഇത് പഠിക്കാം, പ്രായപരിധിയില്ല കേട്ടോ. അമ്മമാർക്കും പഠിക്കാം. അതുകൊണ്ട് അത് നമുക്ക് ചെറുപ്പത്തിൽ പാട്ടുപാടാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ അതൊരു ക്രൈസായി നമ്മളിപ്പോഴും കൊണ്ടുനടക്കുകയാണ്. വീട്ടില് അടുക്കളയിലോ കുളിക്കുമ്പോഴോ മാത്രമേ നമ്മളിപ്പോൾ പാട്ട് പാടാറുള്ളൂ. പക്ഷെ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു, പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ വിഷമം മാറ്റാൻ ഇവിടെ വരികയും ഇവിടെ ഉള്ള പ്രത്യേകമായ ഇനങ്ങൾ ഇവിടെ പറയും, പറയും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കാര്യം നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. അത് മത്സരത്തിന് വേണ്ടിയൊന്നുമല്ല. നിങ്ങൾ എപ്പോഴും ഇവിടെ പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചു, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നതാണ്. ചില ആൾക്കാർ പാട്ട് പാടുന്നത് കണ്ടാൽ വീട്ടമ്മമാർ നമുക്ക് അത്ഭുതം തോന്നും. ഇവരെ എന്താണ് ഒരു എസ് ജാനകിയോ ചിത്രയോ ഒന്നുമായി മാറാതിരുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. അവരെ കഴിവ് ഇപ്പം പ്രദർശിപ്പിക്കാൻ, അത് പ്രകടിപ്പിക്കാൻ ഒരു വേദിയായി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് ഇതെല്ലാം വന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും പഠിക്കണ്ട, ഇതിന് പ്രായപരിധിയില്ല, ഇത് എല്ലാവർക്കും പഠിക്കാം.
നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൊരു ധാരണ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് തുടങ്ങുന്നത് എന്നാണ്. എന്നാൽ അതല്ല, എല്ലാവർക്കും പഠിക്കാം. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാറുള്ളത്. ചടയമംഗലം പഞ്ചായത്തിലെ ഏക കേന്ദ്രമാണ് ഈ ഗാന്ധി സ്മാരക വായനശാലയും ആരംഭിച്ചിട്ടുള്ളത്. അത് പഞ്ചായത്തിന്റെ പ്രദേശത്തുള്ള എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാനും ഇത് പഠിക്കുവാനും ഒക്കെ ഉള്ള അവസരം കൂടി ഉണ്ടാകും. അതാണ് എനിക്കിതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാനുള്ളത്. ഈ പരിപാടി വളരെ വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാം കണ്ടതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വലിയ നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനധികം സംസാരിക്കുന്നില്ല. നമ്മുടെ സാംസ്കാരിക വകുപ്പ് വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുഴുവൻ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക്, ഏറ്റവും സാധാരണക്കാരായി താമസിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് ഭംഗിയായി അവർ നടപ്പിലാക്കുന്നത്. ആ നടപ്പിലാക്കുന്ന ലക്ഷ്യം നമ്മളാണ് സാക്ഷാത്കരിക്കേണ്ടത്. പറഞ്ഞു വരുന്നത് നമ്മുടെ വീടുകളിലുള്ള മുഴുവൻ കുട്ടികളെയും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പ്രായഭേദമന്യുള്ള എല്ലാ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സംരംഭം വലിയൊരു വിജയമാക്കി തീർത്താൽ മാത്രമേ സർക്കാർ എന്താണോ ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ വരുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തുകയും ശമ്പളവും അവർ മാസാമാസം നൽകുന്നുണ്ട്. അപ്പോൾ നൽകുന്ന ശമ്പളം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പരിശീലനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ പങ്കാളിത്തം കുറവായാൽ നമുക്ക് ഇത് ഫലപ്രാപ്തിയിലെത്താൻ കഴിയില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാം അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ, കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സംരംഭം വലിയ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുക. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കൺവീനർ കലാകേന്ദ്രത്തിന്റെ ശ്രീ താഹ അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യയായ ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനത്തിന് അധ്യക്ഷ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ പദ്ധതിക്ക് ബ്ലോക്ക് തലത്തിൽ വളരെ മികച്ച രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആദ്യ നേതൃത്വം നൽകുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യയായ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവർ നമ്മുടെ ഈ പദ്ധതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ തന്റെ ഡിവിഷനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ ഗ്രന്ഥശാലയെ പ്രാപ്തമാക്കുകയും ചെയ്ത ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹരി സഖാവ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവര്, നമ്മുടെ ഗവൺമെന്റ് കല ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി എന്നുള്ളത്. 2 വർഷ കാലയളവിലേക്കാണ് നമ്മുടെ കലാകാരന്മാരെ ഈ ബ്ലോക്ക് തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖാന്തരം ഈ കല നടപ്പിലാക്കുന്നതിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഒരു 2 വർഷത്തിൽ 1000 കലാകാരന്മാരെ ഇന്റർവ്യൂ നടത്തുകയും ആ ഇന്റർവ്യൂ നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 1000 കലാകാരന്മാർക്ക് ഈ ഫെലോഷിപ്പ് നൽകുകയും പല ജില്ലകളിലായി, നമ്മുടെ 14 ജില്ലകളിലായി ഈ കലാകാരന്മാരെ പുനർവിന്യസിക്കുകയും ആ ജില്ലകളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിച്ച് ബ്ലോക്ക് തലത്തിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് ബ്ലോക്കിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമെന്നോണമാണ് കൊല്ലം ജില്ലയിൽ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുകയും അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ വകുപ്പ് ഉന്നം വെക്കുന്ന 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ എംബ്ലത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, അത് ചെറുതാക്കി ഇരിക്കുന്നതുകൊണ്ട് കാണാൻ കഴിയില്ല. അതിൽ 3 വാക്യങ്ങൾ ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കലയെന്നും, രണ്ടാമത് ജീവിതവും, 3 സംസ്കാരവും. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രതിഫലനമാണ് കല എന്ന് പറയുന്നത്.
നല്ല കല അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് നല്ല ജീവിതം സ്വായത്തമാക്കാനും നല്ല ജീവിതം സ്വായത്തമാക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങളെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് വകുപ്പും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിൽ കൊച്ചു കുട്ടികൾ മാത്രമല്ല, ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മാത്രമല്ല, പ്രായഭേദമന്യേ ഏതു കലയും, അതിപ്പോ കോൽക്കളി ആയിരുന്നാലും മറ്റ് മാപ്പിള കലകളായിരുന്നാലും ഏതു കലയായിരുന്നാലും അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രായഭേദമന്യേ കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് 3 കലകളാണ് നിലവിൽ ബ്ലോക്ക് തലത്തിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞതിന് 7 കലകളുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ കലാകാരന്മാരുടെ കുറവുള്ളത് കൊണ്ട് 3 കലകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ബാക്കിയുള്ള കലകളിൽ കൂടി ഒഴിവുള്ള കലകളിലേക്ക് നിലവിൽ സാംസ്കാരിക വകുപ്പ് ഒരു ഇന്റർവ്യൂ കൂടി നടത്തി പുതിയ കലകളിലേക്ക് കലാകാരന്മാരെ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്കിലേക്കും കൂടുതൽ പേരെ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മളും കരുതിയിരിക്കുന്നത്. 3 കലകളാണുള്ളത്. അതിലൊന്ന്, എന്റെ പേര് മുഹമ്മദ് ത്വാഹ, ഞാൻ കോൽക്കളിയാണ് പഠിപ്പിക്കുന്നത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക അക്കാദമിയിൽ നിന്ന് കോൽക്കളിയിൽ ഞാൻ ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട്. 13 വർഷക്കാലമായി കോൽക്കളി രംഗത്തുണ്ട്. ഇതിനിടയിൽ കുറച്ചു കാലം ചിററ ഗ്രാമപഞ്ചായത്തിലെ ഡ്രൈവറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിൽ പല സ്കൂളുകളിലും കോൽക്കളി പഠിപ്പിക്കാനോ പരിശീലിപ്പിക്കാനോ പോയിട്ടുണ്ട്. എന്നിരുന്നാലും കോൽക്കളിയെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ ചടയമംഗലം തന്നെ തെരഞ്ഞെടുക്കുന്നതിന് കാരണം നമ്മുടെ ജില്ലയിൽ കോൽക്കളിക്ക് വേരോട്ടം തീരെ കുറവാണ്. കോൽക്കളി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഭാഗം നമ്മുടെ ചവറ, കരുനാഗപ്പള്ളി ഭാഗം മാത്രമാണ് കോൽക്കളിയെ പ്രോത്സാഹിപ്പിക്കുകയും ഈ കോൽക്കളി പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾ കടന്നു വരികയും ചെയ്യുന്നത്. മറ്റ് നമ്മുടെ ജില്ലയിലെ ഒരു സ്കൂളുകളും കോൽക്കളിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൊല്ലം ജില്ല തന്നെ തിരഞ്ഞെടുക്കുവാനും പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങുവാനും കഴിഞ്ഞത്. മറ്റ് 2 പേർ കൂടിയുണ്ട്. 2 പേരും ഒരു ഹോസ്പിറ്റൽ കേസ് കാരണം വരാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള ക്ലാസ്സുകളിൽ അവർ കൃത്യമായി എത്തും. അതിലൊന്നുള്ളത് കലാമണ്ഡലം അനു, സംഗീതം പഠിപ്പിക്കുന്നത് കലാമണ്ഡലത്തിൽ നിന്നും പരിശീലനം ലഭിച്ച അനു ആണ്. മറ്റൊന്ന് ഫൈൻ ആർട്സിൽ നിന്ന് പരിശീലനം പൂർത്തീകരിച്ച നമ്മുടെ ദിവ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. 3 പേരും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ക്ലാസുകൾ എങ്ങനെയായിരിക്കണമെന്ന് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പേരുകൾ തന്നിട്ടുള്ളവരും ഇനി പേരുകൾ തരാനുള്ളവരും ഒന്നിവിടെ ഇരുന്നാൽ നമുക്കതൊന്ന് എത്ര പേരുണ്ടെന്ന് നോക്കി എങ്ങനെയാണ് ക്ലാസുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് എന്ന് നമ്മുടെ ഭരണസമിതിയായിട്ട് കൂടി ആലോചിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായിരുന്നാലും നമ്മുടെ കൊല്ലം ജില്ലയിലെ നമ്മൾ ക്ലസ്റ്റർ രൂപീകരിച്ച് നമുക്ക് നമ്മുടെ ശ്രീനാരായണഗുരു സമുച്ചയത്തിൽ വെച്ച് നമുക്ക് പോസ്റ്റിംഗ് നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ പറഞ്ഞൊരു വാക്യം എന്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട്. അവര് പറഞ്ഞത് കൊല്ലം ജില്ലയിൽ ഏറ്റവും മനോഹരമായി ഏറ്റവും മികച്ച രീതിയിൽ ഈ കലാപ്രവർത്തനങ്ങൾ നടത്തുകയും കലാപരിശീലനത്തിന് വേണ്ടി സെന്റർ നിർമ്മിക്കുകയും അതിന് എല്ലാ പിന്തുണയും നൽകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് തന്നെയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം നൽകുന്ന പ്രസിഡന്റിനെയും അതോടൊപ്പം തന്നെ ഭരണസമിതിയെയും ഈ വേളയിൽ അവരോടൊപ്പമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ക്ലാസ് എടുക്കുമ്പോൾ മാത്രമേ പാട്ട് പാടാറുള്ളൂ. നമ്മുടെ ഗായിക വന്നിട്ടില്ല. അനുവാണ് സംഗീതത്തിന്റെ ആള്. പാട്ട് പാടണം. ശ്രമിക്കാം, പാട്ടോടെ ശ്രമിക്കാം. ആരംഭം തുള്ളുമ്പും ചെങ്കാതിർമുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേർന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുള്ളുമ്പും ചെങ്കാതിർമുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. തേനിമ്പക്കണിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊന്ന് തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വെച്ചെടുത്താലും കള്ളികളെല്ലാം പൊളിഞ്ഞ് താമരപ്പൂവൽ വാക്കും മിണ്ടിയതില്ല തിരിഞ്ഞ് കണ്ണാളേ 10 മുത്തി നിരത്തതിനൊത്തൊരു നിത്തൊരു പെണ്ണാളേ
നിന്റെ തേഴകുമ്പ വിഴച്ചിരി ഒന്ന് ഞാനൊരിക്കൽ നുഴഞ്ഞിടിലിന്ന് മുത്തേ മൂഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി തത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിടുമേ നീ മുള്ളമണമുള്ളൊരു പൂവിൽ ആരംഭം തുള്ളുമ്പും ചെങ്കതിർമുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വീതിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ഇപ്പൊ എന്തായാലും നമ്മളെ അധ്യാപകന് കോൾകളി മാത്രമല്ല വഴങ്ങുന്നത്, നല്ല അടിപൊളി പാട്ട് പാടാനും കഴിയും. എന്തായാലും ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ വായനശാലയുടെ ലൈബ്രറിയൻ അയ്യപ്പമാവനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവരും വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് എന്റെ കടമ നന്ദി പറയുകയെന്നുള്ളത്. ഇവിടെ പങ്കെടുത്ത എല്ലാ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കൾ ഇതിന് പേര് കൊടുത്തതിന് ശേഷമേ പോവാവൂ. അതുപോലെ അധ്യാപകരുടെ ശ്രദ്ധയ്ക്ക് കേരള സർക്കാർ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ചടയമംഗലം ബ്ലോക്ക് തല ഉദ്ഘാടനം ഇടയ്ക്കോട് ഗാന്ധി സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ചു. അതിന്റെ തത്സമയം സാക്ഷി ടി വിയുടെ തത്സമയമാണ് സാക്ഷി ടി വി പ്രേക്ഷകർ എത്തിച്ചത്. തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കേവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പൈസ